എൻ്റെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് കമന്റ് ഇട്ടിരുന്നു. നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള അൻസിബയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം. നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിയുടെ കാര്യമൊന്നും നമ്മൾ പറയാതിരിക്കുന്നത് നല്ലത്. പുലിവാല് പിടിച്ചു എന്ന് വേണം പറയാൻ. കാരണം ചേച്ചി എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മ സംഘടനയെ കിടന്നുകൊണ്ട് പൂണ്ട് വിളയാടിയത്. അൻസിബയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തായിരുന്നു. അതിനുശേഷം ചേച്ചി വന്ന് പറഞ്ഞത്, എനിക്ക് അൻസിബയായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു തരത്തിലുള്ള വൈരാഗ്യങ്ങളും ഇല്ല, അവൾ എൻ്റെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ഈ വൃദ്ധസാധനമാണ് അൻസിബയ്ക്കെതിരെ കേസ് കൊടുത്തിട്ട് 3 മണിക്കൂർ ആ സ്റ്റേഷനിൽ വനിതാ SI ഈ അൻസിബയെ ഹരാസ് ചെയ്തതെന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടു. പല പ്രാവശ്യം ഈ അൻസിബയുടെ മുഖത്ത് നോക്കിയിട്ട് ജിഹാദി ജിഹാദി എന്ന് വിളിക്കുന്നത് പൊന്നമ്മ ബാബു അവർ പല പ്രാവശ്യം ഇത് കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നീനാക്കുറുപ്പുണ്ടല്ലോ, നീനാക്കുറുപ്പിനെ കുറിച്ചിട്ട് ഈ തങ്കമാന പുരിതമാന ചേച്ചി പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ട് കാണും അല്ലേ? കുത്തിയിരുന്ന് പിരാകുമായിരുന്നു, നീ തൊലഞ്ഞു പോവുകടി, നീ അങ്ങനെ ആയിപ്പോയി. ഒരു സ്ത്രീയെ പറയാൻ പാടില്ലാത്ത രീതിയിലാണ് ഈ സ്ത്രീ എന്ന് പറയുന്ന ഈ സംഗിണി ചേച്ചി വന്നു കിടന്നുകൊണ്ട് കുരച്ചത്. അപ്പൊ ഇതിനെതിരെ ശക്തമായ ഒരു വിമർശനം എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടായി. സിനിമാ മേഖലയിൽ നിന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം ഈ അൻസിബയെ കുറ്റം പറഞ്ഞവർ പോലും പിന്നീട് അൻസിബ പറഞ്ഞത് ശരിയാണ് എന്ന് ശരിവെച്ച് കൊടുക്കേണ്ട രീതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി എന്നുള്ളതാണ്. ഇപ്പൊ അമ്മ സംഘടന AMM എന്ന് പറയുന്ന സംഘടന അടിച്ചു പിരിഞ്ഞ് എല്ലാ കൂതറകളെയും ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ഇതിനുശേഷം ചേച്ചി വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് വരകിയതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? സത്യത്തിൽ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാരണം, നമ്മുടെ അജൂസ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ കാളിച്ചേട്ടൻ വന്നിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് കാളിച്ചേട്ടൻ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ അറിയാം, ചില കാര്യത്തിലൊക്കെ പുള്ളി ഈ സംഘപരിവാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെയൊക്കെ പുള്ളി സംസാരിക്കും. അത് ഈ റീച്ച് കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്ന സമയമുണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ അണ്ണനടുത്ത് പോയിട്ട് അണ്ണൻ സൂപ്പറാന്നൊക്കെ പറഞ്ഞ് ചെയ്യും. സത്യം ഞാൻ പറയാം, ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടിട്ട് അത് വലിച്ചൂരി എടുത്താലും വളഞ്ഞിരിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് സംഖ്യകളുടെ ഒരു അവസ്ഥ. ലവന്മാരൊന്നും നന്നാകാനൊന്നും പോകുന്നില്ല. പിന്നെ മറ്റുള്ള സംഖ്യകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കാളിച്ചേട്ടൻ ഇച്ചിരി ഡീസൻ്റ് ആണ് എന്ന് പറയാതിരിക്കാനും പറ്റത്തില്ല. അപ്പം ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസ് 18 വർഷം ഇസ്ലാം മതത്തിലായിരുന്നു. പിന്നീട് ഏതോ ഒരു സംഖ്യയെ പ്രണയിച്ചു, അത് അവർ ഇഷ്ടം, പ്രണയിച്ചു, അവർ പോയി കല്യാണം കഴിച്ചു ഒക്കെ ജീവിക്കുന്നു. അതിനകത്ത് 1-2 കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ പോയതിനു ശേഷം ഈ ജനിച്ച മതത്തെക്കുറിച്ചിട്ട് നിരന്തരം അസഭ്യങ്ങളും നിരന്തരം തെമ്മാടിത്തരങ്ങളും പറഞ്ഞപ്പോഴാണ് ഇവർക്കെതിരെ കുറെ ആളുകൾ തിരിഞ്ഞത് കേട്ടോ. ചേച്ചിയെ വിമർശിക്കുന്നവരെല്ലാം ജിഹാദികളാണ്, തീവ്രവാദികൾ എന്നാണ് നമ്മുടെ കാളിയണ്ണൻ പറയുന്നത്. കാളിയണ്ണൻ തികഞ്ഞ മതേതരവാദിയാണ്. അണ്ണൻ ഈ രാജ്യത്തിൻ്റെ സ്വയം സേവ സംഘകരാണ്, എല്ലാവരെയും ഒരേപോലെ കാണുന്ന പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് അണ്ണൻ പറയുന്ന ഒന്ന് കേട്ടതിന് ശേഷം ബാക്കി മറുപടി നമുക്ക് കൊടുക്കാം. പൊന്നമ്മ ബാബു പറഞ്ഞു കേട്ടില്ലേ, ലക്ഷ്മിപ്രിയയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജിഹാദി എന്ന് പറഞ്ഞ് അവർ കേട്ടിട്ടുള്ളത്. അതായത് സ്വന്തം സഹപ്രവർത്തന ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ പോലും പറയാണ് അവൻ ജിഹാദിയാണ്, അവനെ കൂട്ടണ്ടായെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ശ്വേതാമനം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്നെ ആ സംഖ്യയോ കമ്മിയോ ആയിട്ട് ഒന്നും കൂട്ടണ്ട, എനിക്ക് പറ്റാത്തോണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നതാണ്. പക്ഷേ ഈ ചേച്ചി അമ്മയിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് മീൻസ് ചവിട്ടി പുറത്താക്കിയ അന്ന് തൊട്ട് കണ്ട മാധ്യമങ്ങളോട് മുഴുവൻ ഓടി നടന്ന് കിടന്ന് മോങ്ങലാണ്. കാണുന്ന ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അതായത് ഒരു തികഞ്ഞ സംഗിണിയിൽ നിന്നിട്ട്, അതായത് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന ഒരു സാധനമാണ്. എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലും അതിന്റെ താഴെ വന്ന് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന കുട്ടിയുടെ കയ്യിൽ ഒരുപാട് ശരികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണമുണ്ട്. അൻസിബ എന്ന് പറയുന്ന കുട്ടിയുടെ പിറകെ അവൾക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത് കേരളത്തിലെ യൂട്യൂബേഴ്സായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളാണ്, അതായത് ജിഹാദികളാണ്. ഇവനൊക്കെ നിങ്ങൾക്കറിയാലോ, നമ്മളൊക്കെ എത്രയോ കാലമായിട്ട് ഇവൻ്റെ ജിഹാദിത്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ മലയാള സിനിമയിൽ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ ഒരാളെ ജിഹാദി എന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ കയ്യിൽ ആ ജിഹാദിത്തരം ഉള്ളത് കൊണ്ടാവുമല്ലോ. അല്ല, വെറുതെ ഒരാളെ കയറി ജിഹാദി എന്ന് വിളിക്കില്ലല്ലോ. മമ്മൂട്ടിയെ കയറി അവൾ ജിഹാദി എന്ന് വിളിക്കുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ ആരെയാണ് അവൾ ജിഹാദി എന്ന് വിളിക്കുന്നത്? അവരുടെ കയ്യിൽ അതുപോലത്തെ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടാവും. അപ്പം മലയാള സിനിമയിൽ ആത്മാഭിമാനത്തോടു കൂടി സത്യങ്ങൾ വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു ലക്ഷ്മിപ്രിയെങ്കിലും ഉണ്ടല്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അൻസിബ എന്ന് പറയുന്ന കഥാപാത്രം ഈ പറയുന്ന ജിത്തു ജോസഫിന്റെ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലല്ലാതെ വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇനിയൊരു ദൃശ്യം സംഭവിക്കുമോ? ഇനി അവൾക്കൊരു അവസരം വേറെ ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ അവരെ 4 പേര് അറിയുന്ന രീതിയിലോട്ട് മാറണം, അല്ലെങ്കിൽ കേരളം അവരെക്കുറിച്ച് ചർച്ച ചെയ്യണം. അപ്പോൾ അവർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത് സംഘികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കേരള സിനിമയിലോട്ട് കൊണ്ടുവരിക, അവരെ തുറന്നു കാണിക്കുന്ന ഒരാളാവുക. പ്രത്യേകിച്ച് ക്ഷേത്രത്തിന്റെ പണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയൊരു മാതൃകയാക്കിയിട്ട് കേരളത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കറിയാം, എല്ലാ പ്രമുഖ വാർത്താ മാധ്യമ ചാനലുകളും ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലക്ഷ്മിപ്രിയയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ചാനലും തയ്യാറായിട്ടില്ല. മനസ്സിലാക്കണം നിങ്ങൾ. അത് മാത്രമല്ല,
ഈ ലക്ഷ്മിപ്രിയ ഇസ്ലാമിൽ നിന്നും ഹിന്ദുമതം സ്വീകരിച്ചൊരു കുട്ടിയാണ്. ഒരു മുഷിഞ്ഞ വസ്ത്രം മാറുന്ന പോലെ എന്നുള്ള ഒരു പരാമർശം ഇവർ നടത്തിയത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ പറയുന്ന കുട്ടിയോട് വളരെ വലിയൊരു പകയുണ്ട്. അപ്പോൾ ആ പകയാണ് അൻസിബയെ നന്നാക്കിയെടുക്കുന്നതും ലക്ഷ്മിപ്രിയയെ മോശമാക്കുന്നതും. ലക്ഷ്മിപ്രിയ ഇനി എന്ത് സത്യം പറഞ്ഞാലും കേരളത്തിലെ ജിഹാദികൾ അതിനെ വേറെ രീതിയിലോട്ടേ കൊണ്ടുപോകുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്ക് വെറുക്കപ്പെട്ടവളാണ് അവൾ ഈമാൻ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാം മതത്തിൽ നിന്ന് പോയി ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ ആളാണ്. ഹൻസിബ ഇസ്ലാം മതത്തിൽ നിന്ന് ഹറാമായിട്ടുള്ള സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഇസ്ലാമിനെ തള്ളി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അൻസിബയുടെ കൂടെ നിൽക്കുകയാണ് ബെറ്റർ എന്നുള്ളവർക്ക് അറിയാം. ലക്ഷ്മിപ്രിയ ഹിന്ദുവായി, മാത്രമല്ല അവൾ സംഘിയായി എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിസ്റ്റുകൾക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. അപ്പം അങ്ങനെയാണ് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ വെറുക്കപ്പെട്ടവളും അൻസിബ ഉയർത്തപ്പെട്ടവളായി മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് അങ്ങനെ പറയാൻ പറ്റില്ല, മലയാള സിനിമയിലെ ഒരുപാട് ഹിന്ദുക്കൾ ഈ ജിഹാദികൾ പറയുന്ന കാര്യത്തിൻ്റെ ഒപ്പം നിൽക്കുമെന്ന് അവർക്കറിയാം. കാരണം അവർക്ക് ഈ പൊന്നമ്മ ബാബു ഒക്കെ അറിയാലോ, സിനിമയിൽ വന്നത് അവരൊക്കെ. അപ്പോൾ അവരൊക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ പ്രൊഡ്യൂസർമാർ ആരൊക്കെയാണ് നിങ്ങൾ നോക്കണം. സിനിമയിലെ പ്രൊഡ്യൂസർമാർ ആരൊക്കെയാണ്, ഡയറക്ടർമാർ ആരൊക്കെയാണ്. അപ്പോൾ ആരുടെയൊക്കെ സിമ്പതി പറ്റിക്കൊണ്ട് സിനിമയിൽ നിൽക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് ഇവരൊക്കെ. ഇവർക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സിനിമ കൂടി കിട്ടും. ഹൻസിബയെ ഇനി ഉടനെ തന്നെ നിങ്ങൾക്ക് സിനിമയിൽ കാണാൻ പറ്റും. ഹൻസിബ ആ ട്രാക്കിലോട്ട് വന്നു. ഇതുവരെ ദൃശ്യം എന്ന് പറയുന്ന സിനിമ വരണം ഇവരെ കാണുന്നുണ്ടെങ്കിൽ. ഇനി മലയാള സിനിമയിൽ പല സിനിമകളിലും ഈ പറയുന്ന ഹൻസിബ കഥാപാത്രങ്ങളായിട്ട് അവതരിക്കും. മനസ്സിലായില്ല? അവൾ കറക്റ്റായിട്ട് ആ വഴിയിലൂടെ പോയി അതിനെ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിലെ ഫണ്ട് വാങ്ങിക്കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവൾ ഭയങ്കര നേരുന്നറിയുള്ളവളായി മാറി. അല്ലെങ്കിൽ ഇന്നത്തെ ജിഹാദി സമൂഹം അല്ലെങ്കിൽ ജിഹാദി മീഡിയകൾ അവളെ എന്താ പറയുക ഉയർത്തപ്പെട്ടവളാക്കി. ഈ സത്യം പറഞ്ഞ ലക്ഷ്മിപ്രിയ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കഥാപാത്രമായിട്ട് മാറി അല്ലേ? അപ്പോൾ ഇവിടുത്തെ കുറച്ചെങ്കിലും മാന്യതയുള്ള മീഡിയ നടത്തുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൊണ്ടു നടക്കുന്ന ആൾക്കാരോട് പറയാണ്, ലക്ഷ്മിപ്രിയയ്ക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം, അവളുടെ ഭാഗം നമ്മൾ കേൾക്കണം, അവളുടെ ശരികളെ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ജിഹാദികൾ നടത്തുന്ന അല്ലെങ്കിൽ ജിഹാദി മീഡിയ നടത്തുന്ന കാര്യങ്ങളിൽ പോയി തലയിട്ട് കൊടുത്ത് അവിടെ നമ്മളൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അവൾ മോശക്കാരിയാണ് എന്ന് നമ്മൾ ചിത്രീകരിക്കരുത്. ലക്ഷ്മിപ്രിയ എവിടേക്കോ സത്യങ്ങളുള്ള ഒരു കുട്ടിയാണ്. അവൾ വിളിച്ചു പറയുന്നത് ഉറക്കെയാണ്. ആ ഉറക്കെ വിളിച്ചു പറയുന്നതിൽ കുറേ സത്യങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാൻ ലക്ഷ്മിപ്രിയയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അവൾ ഇനിയും സത്യങ്ങൾ തുറന്നു പറയട്ടെ, അതിനുള്ള ശക്തി അവൾ കിട്ടട്ടെ. താങ്ക് യു. ഇതിന്റെ ടെക്നോളജി അണ്ണ നീ എന്നാ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ലക്ഷ്മിപ്രിയ ആയാലും കൊള്ളാം, ഈ പറയുന്ന അൻസിബ ഹസനായാലും കൊള്ളാം. ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ സിനിമയിലുള്ള ഏതാണ്ട് 500ഓളം വരുന്ന മെമ്പർമാരുണ്ട്. അതിൽ വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ പറയുന്ന നമ്മൾ ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ കൂടെ നിന്നത് കേട്ടോ. കാരണം ഇവർ കാണിച്ചത് തെമ്മാടിത്തരവും തെണ്ടിത്തരവും ആണെന്നും 10-60 ലക്ഷം രൂപയുടെ തിരിമറികൾ ഇതിനകത്ത് നടന്നെന്നും ക്ഷേത്രത്തിന്റെ പണം എന്ന് പറയുന്നത് സിനിമയിൽ മുടക്കാനുള്ളതല്ല. അത് ആ വിശ്വാസികളുടെ അമ്പലങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആ പണം. അത് മേടിക്കേണ്ടെന്ന് പറഞ്ഞതിനാണ് ജിഹാദിയായത്. എൻ്റെ പൊന്നണ്ണ, ഇത്രയൊക്കെ കാള പോലെ പോത്ത് പോലെ വളർന്നല്ലോ, നല്ലതെന്ന് പറയും. പിന്നെ അണ്ണൻ വീണ്ടും ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ മോശം പറയിപ്പിക്കല്ലേ. എന്താ അണ്ണാ നന്നാവാത്തത്? എന്താ നീ നന്നാവാത്തത്? എന്താണെങ്കിലും അൻസിബ ജിഹാദിയാണ്. ലക്ഷ്മിപ്രിയ മറ്റേ ഇസ്ലാമിൽ നിന്ന്, അതായത് മുഷിഞ്ഞ വസ്ത്രത്തിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ് ഇവിടുത്തെ ജിഹാദികൾക്ക് ലവളോട് ദേഷ്യമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ചേട്ടൻ പറഞ്ഞതുപോലെ അൻസിബയെ കാണണമെങ്കിൽ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ കാണണം അല്ലേ, അല്ലെങ്കിൽ ദൃശ്യം സിനിമ കാണണം. ചേച്ചീനെ ഏത് സിനിമയ്ക്കകത്താണാവോ കാണുന്നത്? അല്ല, എവിടെയെങ്കിലും ഒന്ന് കണ്ടോ. ഞങ്ങളാരും ഈ അടുത്ത കാലത്തൊന്നും ഏതാണ്ട് ഒരു 5-8 വർഷത്തിനിടക്കൊന്നും ഈ പറയുന്ന മുതലിന് ഒരു സിനിമയിൽ നമ്മൾ കാണാറില്ല കേട്ടോ. പിന്നെ ചേച്ചി എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കി അണ്ണൻ പറഞ്ഞതുപോലെ ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ ആരെങ്കിലും സംഖ്യകൾ എടുക്കുന്ന സിനിമയ്ക്കകത്ത് ചിലപ്പോൾ ചേച്ചിയെ നായികയാക്കിയേക്കും. സിനിമയിൽ സംഖ്യവൽക്കരണം ഉണ്ടെന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലണ്ണ, അത് കുറച്ച് നാളായിട്ട് തുടങ്ങിയതാ. സിനിമ എന്ന് പറയുന്ന ആ ഒരു മഹത്തായ കലയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വൃത്തികെട്ട കൂട്ടങ്ങൾ ഇതിനകത്തേക്ക് തിരികെ കയറിയത്. പക്ഷേ അത് സിനിമയിലുള്ള നല്ല കലാകാരന്മാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ പ്രഗത്ഭരായിട്ട് സുരേഷ് ഗോപി ചേട്ടൻ്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. എത്ര നന്നായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരുന്ന ഈ ചാണകത്തിൽ ചവിട്ടിയതോടുകൂടിയല്ലേ പുള്ളിക്ക് ഈ ഒരു ഗതി ഉണ്ടായത്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.